ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. തുടങ്ങിയുള്ളത്. ഓം ഗംഗണപതേ നമ. ഭക്താർത്തിനാശനപരായ ഗണേശ്വരായ സർവേശ്വരായ സുഖദായ സുരേശ്വരായ വിദ്യാധരായ വികടായ ച വാമനായ ഭക്തപ്രസന്നവരദായ നമോ നമസ്തേ. ഓം സംസരസ്വത്യേ നമ. ശുക്ലാം ബ്രഹ്മവിചാരസാര പരമാം ആദ്യാം ജഗദ്വ്യാപിനി വ്യാസംഗോദ്യത ബാഹുമൂർജിതവചോ വിജ്ഞാനബോധാത്മികാം ശുഭ്രാകൽപവിഭൂഷിതാം ത്രിനയനാം ഭാസ്വത്യടാശേഖരാം സംബോധായ സരസ്വതീ ഭഗവതീം വന്ദേ മനോജ്ഞാകൃതീം. ഓം ഗുരുഭ്യോ നമ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാതിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം പാഠായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഹരിഃ ഓം. ധ്യാനിക്കുന്നു ഞാനമ്മേ ഭഗവദ്ഗീതേ, 18 അധ്യായങ്ങളിൽ വിലസുന്ന ദേവി. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനായുപദേശിച്ചതാം അമൃതമൊഴിയേ ഭവനാശിനി. അദ്വൈതാമൃതം പൊഴിച്ചു വിരാജിക്കും ഭഗവതി വേദവ്യാസമുനി. മഹാഭാരതമധ്യേ വിരചിച്ചു വിജയിച്ചതാം അക്ഷരദേവതേ ബോധപ്രകാശിനി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യാതൊരു ദേവന്റെ കൃപയാൽ മൂകൻ വാഗ്മിയാകുന്നുവോ, മുടന്തനും വന്മല കയറാൻ പ്രാപ്തനാകുന്നുവോ, പരമാനന്ദത്തിനുറവയാകുമാ മാധവനെ വന്ദിക്കുന്നു ഞാൻ. ബ്രഹ്മാവും വരുണനും ഇന്ദ്രരുദ്രമരുത്തുക്കളും ദിവ്യസ്തോത്രങ്ങളാൽ ആരെ സ്തുതിക്കുന്നുവോ. വേദാംഗങ്ങൾ, പദക്രമങ്ങൾ, ഉപനിഷത്തുകൾ എല്ലാം സമ്യക്കായി ചേർത്ത് വേദമന്ത്രങ്ങളാൽ സമഗായക വൃന്ദമാരെ പ്രകീർത്തിക്കുന്നുവോ. യോഗനിഷ്ഠർ ധ്യാനദൃഷ്ടിയുറപ്പിച്ചാരെ കാണുന്നുവോ. ദേവാസുരഗണങ്ങൾ ആരുടെ മഹിമയറിയുന്നില്ലയോ. ആ ദേവദേവനായിതാ നമസ്കാരം എൻ വന്ദനം. ദേവദേവനായിതാ നമസ്കാരം എൻ വന്ദനം. ഓം. ഭഗവത്ഗീത ജ്ഞാനയോഗം 5-ാം അധ്യായം ശ്ലോകം 22. യേ ഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്തഃ കൗന്ദേയ ന തേഷു രമതേ ബുധഃ.
വിഷയസമ്പർക്ക സുഖങ്ങൾ ദുഃഖത്തിനുറവിടങ്ങളാണ് അർജുന. അവയ്ക്കുണ്ട് ആദിയും അന്ത്യവും, വിവേകിയതിൽ രമിക്കില്ല തെല്ലും. വിഷയസുഖങ്ങൾ കേവലം നശ്വരങ്ങൾ, ജ്ഞാനിക്കില്ല ഭ്രമമതിൽ. ആത്മാരാമന്മാർക്കു കിട്ടുന്നു ശാശ്വതമാം പരിപൂർണ സുഖം. വിഷയസമ്പർക്ക സുഖങ്ങൾ ദുഃഖത്തിനുറവിടങ്ങളാണ് അർജുന. അവയ്ക്കുണ്ടാദിയും അന്ത്യവും, വിവേകിയതിൽ രമിക്കില്ല തെല്ലും. വിഷയസുഖങ്ങൾ കേവലം നശ്വരങ്ങൾ, ജ്ഞാനിക്കില്ല ഭ്രമമതിൽ. ആത്മാരാമന്മാർക്കു കിട്ടുന്നു ശാശ്വതമാം പരിപൂർണ സുഖം. ശക്നോദീഹൈവ യഃ സോഢും പ്രാക്ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തഃ സ സുഖീ നരഃ. ആരൊരാൾ ദേഹമുപേക്ഷിക്കും മുൻപേ ഇഹജന്മത്തിൽ കാമക്രോധങ്ങൾ കൊണ്ടുണ്ടാവും ക്ഷോഭം നിയന്ത്രിക്കാൻ ശക്തനാകുന്നുവോ, യോഗിയും സുഖിയുമാണയാൾ നിശ്ചയം. വിഷയങ്ങളിലെ കാമം പ്രാപ്യമാകാഞ്ഞാൽ അതിൻ നിരാശ ക്ഷോഭമായി പ്രകടമാവുന്നു സംസാരികളിൽ. എന്നാൽ സമചിത്തനാം യോഗിക്കില്ല കാമമൊന്നിലും, അതിനാൽ അയാൾ ക്ഷോഭവീതനാം യോഗിയാകുന്നു സുഖിയും ജീവൻ മുക്തനും. ആരൊരാൾ ദേഹമുപേക്ഷിക്കും മുൻപേ ഇഹജന്മത്തിൽ കാമക്രോധങ്ങൾ കൊണ്ടുണ്ടാവും ക്ഷോഭം നിയന്ത്രിക്കുവാൻ ശക്തനാകുന്നുവോ, യോഗിയും സുഖിയുമാണയാൾ നിശ്ചയം. വിഷയങ്ങളിലെ കാമം പ്രാപ്യമാകാഞ്ഞാൽ അതിൻ നിരാശ ക്ഷോഭമായി പ്രകടമാവുന്നു സംസാരികളിൽ. എന്നാൽ സമചിത്തനാം യോഗിക്കില്ല കാമമൊന്നിലും, അതിനാൽ അയാൾ ക്ഷോഭവീതനാം യോഗിയാകുന്നു സുഖിയും ജീവൻ മുക്തനും. യോന്തഃ സുഖോന്തരാരാമഃ തഥാന്തർജ്യോതിരേവ യഃ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. ആരൊരാൾ സ്വയമുള്ളിൽ സുഖം കണ്ടെത്തുന്നുവോ, സദാ അന്തരാത്മാവിൽ തന്നെ രമിക്കുകയും ചെയ്യുന്നുവോ, ആർക്കുള്ളിൽ ആത്മജ്ഞാനം പ്രോജ്വലമാവുന്നുവോ, അയാൾ സ്വയമേവ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നു. പ്രശാന്തനായി ബ്രഹ്മം തന്നെയാം മോക്ഷപദമണയുന്നു. ബാഹ്യമാം വിഷയങ്ങളിൽ സുഖം തേടുന്നില്ല യോഗി. അന്തരാത്മനാ സ്വസ്വരൂപമറിയുന്ന യോഗി അനന്തമാം ആനന്ദത്തിലാമഗ്നനാവുന്നു. അറിവിന്റെ സൂര്യൻ സദാ പ്രകാശിക്കുമ്പോൾ അന്ധകാരം നിലനിൽക്കുവതെങ്ങിനെ? സ്വയം ബ്രഹ്മമായവൻ ബ്രഹ്മാനന്ദത്തിലാമഗ്നനാവുന്നു. ആരൊരാൾ സ്വയമുള്ളിൽ സുഖം കണ്ടെത്തുന്നുവോ, സദാ അന്തരാത്മാവിൽ തന്നെ രമിക്കുകയും ചെയ്യുന്നുവോ, ആർക്കുള്ളിൽ ആത്മജ്ഞാനം പ്രോജ്വലത്താവുന്നുവോ, അയാൾ സ്വയമേവ ബ്രഹ്മസാക്ഷാത്കാരം നേടിടുന്നു. പ്രശാന്തനായി ബ്രഹ്മം തന്നെയാം മോക്ഷപദമണയുന്നു. ബാഹ്യമാം വിഷയങ്ങളിൽ സുഖം തേടുന്നില്ല യോഗി. അന്തരാത്മനാ സ്വസ്വരൂപമറിയുന്ന യോഗി അനന്തമാമാനന്ദത്തിലാമഗ്നനാവുന്നു. അറിവിന്റെ സൂര്യൻ സദാ പ്രകാശിക്കുമ്പോൾ അന്ധകാരം നിലനിൽക്കുവതെങ്ങിനെ? സ്വയം ബ്രഹ്മമായവൻ ബ്രഹ്മാനന്ദത്തിലാമഗ്നനാവുന്നു. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധാ യദാത്മാന സർവഭൂതഹിതേ രതാഃ.
ആസക്തികൾ മോഹങ്ങൾ മനോശൈഥില്യമെല്ലാം നീങ്ങിയും ദ്വൈതപ്രീതി പാപങ്ങളെല്ലാം ഒടുങ്ങിയും സംയമനത്തോടെ സർവജീവികളുടെയും നന്മയിൽ ഔത്സുഖ്യത്തോടെ കഴിയുന്നവർ യോഗിവര്യന്മാർ ഋഷികൾ ബ്രഹ്മാനന്ദത്തിൽ അഭിരമിക്കുന്നു. ഇന്ദ്രിയ നിയന്ത്രണത്തോടെ ആത്മാനുസന്ധാനം ചെയ്യുന്ന യോഗിയിൽ മനോമാലിന്യങ്ങളും സംശയങ്ങളും നീങ്ങി തത്വബോധമുദിക്കുന്നു. വിക്ഷേപാവരണങ്ങളാം അജ്ഞാനം നീങ്ങി ആത്മാനുഭൂതി കൈവരുന്നു. ആസക്തികൾ മോഹങ്ങൾ മനോശൈഥില്യമെല്ലാം നീങ്ങിയും ദ്വൈതപ്രീതി പാപങ്ങളെല്ലാം ഒടുങ്ങിയും സംയമനത്തോടെ സർവജീവികളുടെയും നന്മയിൽ ഔത്സുക്യത്തോടെ കഴിയുന്നവർ യോഗിവര്യന്മാർ ഋഷികൾ ബ്രഹ്മാനന്ദത്തിൽ അഭിരമിക്കുന്നു. ഇന്ദ്രിയ നിയന്ത്രണത്തോടെ ആത്മാനുസന്ധാനം ചെയ്യുന്ന യോഗിയിൽ മനോമാലിന്യങ്ങളും സംശയങ്ങളും നീങ്ങി തത്വബോധമുദിക്കുന്നു. വിക്ഷേപാവരണങ്ങളാം അജ്ഞാനം നീങ്ങി ആത്മാനുഭൂതി കൈവരുന്നു. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. മനസ്സടക്കി കാമക്രോധങ്ങളെ യുക്തിപൂർവം വിജയിച്ചതാം ആത്മജ്ഞാനികൾ യോഗിവര്യന്മാർക്കരികിൽ ചുറ്റും സദാ ബ്രഹ്മാനന്ദരസത്തിൻ പ്രശാന്തി നിറഞ്ഞിരിക്കുന്നു. ജീവൻ മുക്തന്മാരാം അവരെ പ്രലോഭിപ്പിക്കാൻ യാതൊരു വിഷയങ്ങൾക്കുമാവില്ല. മനസ്സിനെ വരുതിയിലാക്കിയതിനാൽ ഇഹത്തിലും പരത്തിലും അവർ ബ്രഹ്മാനന്ദമനുഭവിക്കുന്നു. മനസ്സടക്കി കാമക്രോധങ്ങളെ യുക്തിപൂർവം വിജയിച്ചതാം ആത്മജ്ഞാനികൾ യോഗിവര്യന്മാർക്കരികിൽ ചുറ്റും സദാ ബ്രഹ്മാനന്ദരസത്തിൻ പ്രശാന്തി നിറഞ്ഞിരിക്കുന്നു. ജീവൻ മുക്തന്മാരാം അവരെ പ്രലോഭിപ്പിക്കാൻ യാതൊരു വിഷയങ്ങൾക്കുമാവുകില്ല. മനസ്സിനെ വരുതിയിലാക്കിയതിനാൽ ഇഹത്തിലും പരത്തിലും അവർ ബ്രഹ്മാനന്ദമനുഭവിക്കുന്നു. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാം ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനോ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയമനോബുദ്ധിർമുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധോ യഃ സദാ മുക്ത ഏവ സഃ. ബാഹ്യവിഷയങ്ങളെ വെളിയിൽ നിർത്തിയിട്ട് ദൃഷ്ടികൾ പുരികക്കൊടികൾക്കു മധ്യത്തിലുറപ്പിച്ച് നാസികയിലൂടെ കടന്നുപോകും ശ്വാസോച്ഛ്വാസഗതികളെ ക്രമത്തിലാക്കി പ്രാണാപാനവായുക്കളെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെയും മനോബുദ്ധികളെയും വരുതിയിൽ നിർത്തി ഇച്ഛാഭയക്രോധങ്ങളെ തീർത്തുമില്ലാതെയാക്കി മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കി ഇഹലോകത്തിൽ നിലകൊള്ളും മുനി നിത്യമുക്തനാകുന്നു. ബാഹ്യവിഷയങ്ങൾക്കാവില്ല ആരെയും വശത്താക്കുവാൻ. മനസ്സിൽ ആസക്തിയില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്കാവില്ല വിഷയങ്ങളാൽ മഥിക്കപ്പെടുവാൻ സംഘമുണ്ടാക്കുവാൻ. ദൃഷ്ടി ഭൂമത്യത്തിലാക്കി ധ്യാനത്തിനിരുന്നു പ്രാണങ്ങളെ സമ്യക്കായി ക്രമീകരിക്കുമ്പോൾ മനസ്സു ശാന്തമായിടും. ഇച്ഛാഭയക്രോധങ്ങളില്ലാതെ മനസ്സിനെ ശാന്തമാക്കാം. ധ്യാനത്തിലാമഗ്നനായ സാധകൻ സിദ്ധനായിടുന്നു. നിത്യമുക്തനാണയാൾ, സമചിത്തനും പ്രശാന്തനും. ബാഹ്യവിഷയങ്ങളെ വെളിയിൽ നിർത്തിയിട്ട് ദൃഷ്ടികൾ പുരികക്കൊടികൾക്കു മധ്യത്തിൽ ഉറപ്പിച്ച് നാസികയിലൂടെ കടന്നുപോകും ശ്വാസോച്ഛ്വാസഗതികളെ ക്രമത്തിലാക്കി പ്രാണാപാനവായുക്കളെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെയും മനോബുദ്ധികളെയും വരുതിയിൽ നിർത്തി ഇച്ഛാഭയക്രോധങ്ങളെ തീർത്തുമില്ലാതെയാക്കി മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കി ഇഹലോകത്തിൽ നിലകൊള്ളും മുനി
നിത്യമുക്തനാകുന്നു. ബാഹ്യവിഷയങ്ങൾക്കാവില്ലാരെയും വശത്താക്കുവാൻ മനസ്സിൽ ആസക്തിയില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്കാവില്ല വിഷയങ്ങളാൽ മഥിക്കപ്പെടുവാൻ സംഘമുണ്ടാക്കുവാനും. ദൃഷ്ടി ഭ്രൂമധ്യത്തിലാക്കി ധ്യാനത്തിനിരുന്നു പ്രാണങ്ങളെ സമ്യക്കായി ക്രമീകരിക്കുമ്പോൾ മനസ്സു ശാന്തമായിടും. ഇച്ഛാഭയക്രോധങ്ങളില്ലാതെ മനസ്സിനെ ശാന്തമാക്കാം. ധ്യാനത്തിലാമഗ്നനായ സാധകൻ സിദ്ധനായിടുന്നു. നിത്യമുക്തനാണയാൾ, സമചിത്തനും പ്രശാന്തനും. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാ ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മസന്യാസയോഗോ നാമ പഞ്ചമോധ്യായഃ. ഏതൊരു യോഗിയാണോ എന്നെ യജ്ഞ തപസ്സുകൾക്കെല്ലാം ഭോക്താവായും സർവലോകങ്ങൾക്കും മഹേശ്വരനായും സർവജീവികൾക്കും ഉത്തമ സുഹൃത്തായും അറിയുന്നുവോ, അയാൾ ശാശ്വതമാകും മോക്ഷപ്രശാന്തിയെ പ്രാപിച്ചിടുന്നു. ഭോക്തൃത്വഭാവമുള്ള ജീവാത്മാവായും ഇന്ദ്രിയമനോബുദ്ധികളെ നിയന്ത്രിക്കും മഹേശ്വരനായും സകല ജീവികൾക്കും സുഹൃത്തായും പരമാത്മാവിനെ ഉള്ളിലറിയുന്ന യോഗിയാണു നിത്യമുക്തൻ. ഏതൊരു യോഗിയാണോ എന്നെ യജ്ഞ തപസ്സുകൾക്കെല്ലാം ഭോക്താവായും സർവലോകങ്ങൾക്കും മഹേശ്വരനായും സർവജീവികൾക്കും ഉത്തമ സുഹൃത്തായും അറിയുന്നുവോ, അയാൾ ശാശ്വതമാകും മോക്ഷപ്രശാന്തിയെ പ്രാപിച്ചിടുന്നു. ഭോക്തൃത്വഭാവമുള്ള ജീവാത്മാവായും ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രിക്കും മഹേശ്വരനായും സകല ജീവികൾക്കും സുഹൃത്തായും പരമാത്മാവിനെ ഉള്ളിലറിയുന്ന യോഗിയാണു നിത്യമുക്തൻ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. 5-ാമത്തെ അധ്യായം തീർന്നു. ഇന്നിപ്പോ 6 തുടങ്ങണ്ടല്ലോ ചേട്ടാ. സാറ് വന്നിട്ടുണ്ട്, ഫ്രാൻസിസ് സാറ് വന്നിട്ടുണ്ട്. അപ്പൊ സാറിന്റെ എന്തെങ്കിലും കാര്യങ്ങളും കൂടെ ഒന്ന് കേട്ടിട്ട്. അല്ല സാർ 6 തുടങ്ങണമെങ്കിൽ തുടങ്ങാം, അതില് കുഴപ്പമില്ല. അല്ല, ഇനി 8 മിനിറ്റേ ഉള്ളൂ സാർ. അപ്പൊ സാറ് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അല്ല, 5-ാമത്തേത് ഞങ്ങള് ഇങ്ങനെ കർമ്മസന്യാസ യോഗം ആണ് നോക്കിയിരുന്നത്. ഇപ്പൊ അതെ, അതില് പ്രാക്ടിക്കൽ ആയിട്ടുള്ളതും പറയുന്നുണ്ട്. പിന്നെ തിയറികൾ പലതും കുറേശ്ശെ ആവർത്തിക്കുന്നതായിട്ട് തോന്നി. അത് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് നമ്മളാണ് ഭോക്താവ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഇല്ലാതിരിക്കില്ല. അത് കളയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്. അതുകൊണ്ട് തന്നെ അത് ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ആരാണ് ഇതൊക്കെ ഭുജിക്കുന്നത്? അപ്പൊ ഈ അഹംത വാസ്തവത്തിൽ നശിക്കുന്നില്ല എന്നുള്ളതാണ്. അഹംത നമുക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇപ്പൊ നമ്മുടെ എന്താണ് വീണ്ടും വീണ്ടും ആസക്തമാവുകയാണ്, മനസ്സെപ്പോഴും ആസക്ത. അപ്പൊ അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത. എന്തുകൊണ്ടാണ്? മനസ്സിൽ ആസക്തി ഉണ്ട് എന്നുള്ളത്. അത് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഈ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ യജ്ഞതപസ്സുകളുടെ ഭോക്താവ് ആരാണ്? ഭഗവാനാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. വാസ്തവത്തിൽ എന്താണ്, എത്ര വലിയ ഒരു സംവിധാന കൗശലത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഓരോ ജീവിയും ഓരോ വ്യത്യസ്തമായ സ്വഭാവത്തോട് കൂടിയതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എത്ര വലിയ സംവിധാന കൗശല! നമുക്കത് എത്ര ചിന്തിച്ചാൽ അത്ഭുതപ്പെടുക എന്നല്ലാതെ വേറൊന്നും നമുക്കതിന് പറ്റില്ല. എന്തിനാണ് ഇങ്ങനെയുള്ള ഈ ഇത്രയും വൈവിധ്യങ്ങൾ എന്തിനാണ്? അപ്പൊ മനുഷ്യനെ തന്നെ എടുത്താൽ ഒരു മനുഷ്യനെ പോലെയല്ല വേറൊരു മനുഷ്യൻ. അതുപോലെ തന്നെയാണ് അദ്വൈതം എന്ന് പറഞ്ഞ വേറൊരർത്ഥവും കൂടിയുണ്ട്. വേറിട്ട ഒന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒന്നിനെ പോലെ വേറെ ഒന്നില്ല എന്നും കൂടി ഉണ്ട്. ഒരു വൃക്ഷത്തിന്റെ അനന്യത്വം എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട് അല്ലേ? അതെ, അങ്ങനെ കോൺസെപ്റ്റും കൂടെ അതിനകത്തുണ്ട്. എല്ലാം വ്യത്യസ്തമാണ്. എത്ര നമ്മുടെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ട്വിൻസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഐഡന്റിക്കൽ ട്വിൻസ് എന്നൊക്കെ പറഞ്ഞാലും അവരുടെ അമ്മമാരെ അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവർ തിരിച്ചറിയുന്നത്?
അപ്പൊ അത്രയും സൂക്ഷ്മമായിട്ടുള്ള ബുദ്ധിയുള്ള ഒരാൾക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു അത്ഭുതം ഇതാണ്. ഈ അച്ഛനെ പലപ്പോഴും അറിയാൻ പറ്റില്ല, ട്വിൻസുകളെ, ഐഡന്റിക്കൽ ട്വിൻസുകളെ, പക്ഷേ അമ്മമാര് വരെ അറിയുന്നുണ്ട്. അപ്പോ അതുമായിട്ട് ഒരു സാത്മ്യം പ്രാപിക്കാൻ കുറെയൊക്കെ പറ്റുന്നത് ആർക്കാണ്? അമ്മമാർക്കാണ്. കാരണം അവരുടെ മജ്ജയുടെ മജ്ജയും മാംസത്തിന്റെ മാംസമാണ് ഈ കുട്ടികൾ, രക്തത്തിന്റെ രക്തവും. അതുകൊണ്ട് എന്താണ്, അവരത് തിരിച്ചറിയുന്നു. അപ്പൊ അതുപോലെ അത്രയ്ക്കും ഒരു വൺനെസ് എന്ന് നമ്മൾ പറഞ്ഞാലും നമുക്കതിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ മറ്റത് ആസക്തമാണ്. എന്താണെങ്കിലും ഞാൻ ചെയ്തു എന്നുള്ളൊരു അഭിമാനം നമ്മളിൽ നിന്ന് കളയാൻ പറ്റില്ല. അങ്ങനെ അഭിമാനിക്കുമ്പോഴും നമ്മുടെ വിശ്വാസം ഇല്ലാണ്ടാവും. വിശ്വാസത്തോടു കൂടിയല്ല പറയുന്നത്. അങ്ങനെ പറയുമ്പോഴും നമ്മുടെ ശ്വാസഗതി എന്താവും? അത് ഒരു തടസ്സപ്പെട്ട് പോകുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പൂർണ്ണമായിട്ടും ഒരു വഴങ്ങി പോയാൽ മാത്രമേ അത് പറ്റുള്ളൂ. ഇതിന്റെ ഭോക്താവ് ഈശ്വരനാണ് എന്നുള്ളത് പൂർണ്ണ ബോധ്യം ഉണ്ടാവില്ല, കൺവിക്ഷൻ ഉണ്ടാവില്ല. നമുക്ക് വി ക്യാൻ അട്ടർ ദാറ്റ് സെന്റൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ബട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് കൺവിൻസ്ഡ് ഇൻ അവർ സെൽഫ് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ആ കൺവിൻസിങ് ലെവലിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു നിത്യമുക്തന്റെ ലെവലായി എന്ന് എനിക്ക് തോന്നുന്നു. അതിലേക്ക് എത്തിയാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ നമ്മളെന്താണ്, നമുക്ക് ഇരിക്കാൻ പറ്റും. ഇരിക്കാന്ന് പറഞ്ഞാല് നമ്മള് പറയുന്ന ഇതിന്റെ യോഗത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോ നമ്മള് ഇരിപ്പ് എന്ന് തന്നെ പറഞ്ഞാൽ എന്താണ്, സുഖമായിട്ടും അചഞ്ചലരായിട്ടും ഇരിക്കുക എന്നുള്ളതാണ്. അവിടെ എന്താണ്, ദ്വന്ദ്വ സഹിഷ്ണുതയോട് കൂടിയിട്ട് ഇരിക്കലാണ്. നമുക്ക് പലപ്പോഴും അത് പറ്റില്ല. ദ്വന്ദ്വ സഹിഷ്ണുത നമുക്കതില് പറ്റുന്നില്ല. അപ്പൊ ആസനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒന്നുകിൽ നമ്മൾ പലപ്പോഴും പീഠം എന്ന അർത്ഥം നമ്മൾ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വെറുതെയുള്ള ഇരിപ്പാണ്. പക്ഷെ അങ്ങനല്ല. ആ ഇരിപ്പ് എന്താണ്, ഒരു ചലനവും പുറത്ത് എന്ത് മാറ്റം വന്നാലും ഒരു ചലനവും ഇല്ലാതെ ഉള്ള ഇരിപ്പാണ് ആ ഇരിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ മനസ്സ് എത്ര സൗണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അത് എളുപ്പത്തിൽ അങ്ങനെ വരുത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ വേറൊന്നുള്ളത്, ശ്വാസത്തിന്റെ ക്രമീകരണം കൊണ്ട് കുറച്ച് മനസ്സ് ശാന്തമാക്കാന്നുള്ളത് പലപ്പോഴും അതിപ്പോ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇക്കാലത്തും ആൾക്കാർ പറയുന്നതാണ്. നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പേ ഒന്ന് ശ്വാസം ഒന്ന് ക്രമീകരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവും എന്നിങ്ങനെ. അതെ, അത് ശരിയാണത്. അതാണ് ഈ വിശ്വാസം എന്നുള്ള പദത്തിന്റെ അർത്ഥം നമ്മൾ ആരും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കാത്ത കുറെ പദങ്ങളുണ്ട്. വിശ്വാസം, സമാധാനം, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്തതാണ്. സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പീസ് എന്നാണ് നമ്മളതിനെ തർജ്ജമ ചെയ്യുന്നത്. സമാധാനം വാസ്തവത്തിൽ എന്തല്ല, പീസ് അല്ല. സമാധാനം എന്ന് പറയുന്നത് സമ്യക് ആധാനം ചെയ്യുക, ഒരു ധ്യേയമായിട്ടുള്ള നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒന്നിലേക്ക്, ഒരു പോയിന്റിലേക്ക് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നതാണ് ശരിക്ക് സമാധാനം എന്ന് പറയുന്നത്. ഇപ്പൊ ഗർഭാധാനം എന്ന് പറയുന്നത് എന്താണ്, ഒരു ശിശുവിനെ അമ്മയുടെ ഉദരത്തില് അതെന്താണ്, നമ്മളതിനെ ശരിയായി പ്ലേസ് ചെയ്യാന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. അതെന്താണ്, ശരിക്കും പറഞ്ഞാൽ അതൊരു സംസ്കാരമാണ്, പാവനമായിട്ടുള്ള കർമ്മവുമാണ്. പക്ഷെ നമ്മളതിനെ എന്തായിട്ടാണ് വെക്കുന്നത്, ഗോപ്യതരമായിട്ടാണ് നമ്മളതിനെ വെക്കുന്നത്. ഏറ്റവും ഗോപ്യമായിട്ടാണ് നമ്മൾ എന്തിനാ വെക്കുന്നത്, സെക്സിന് വെക്കുന്നത്. പക്ഷെ ആ സെക്സ് വാസ്തവത്തിൽ എന്താണ്, അത് വളരെ പാവനമായിട്ടുള്ള ഒന്നാണ്. ഗർഭ ആധാനം, നമ്മുടെ ഷോഡശ സംസ്കാരങ്ങൾ പറയുന്നതിൽ ആദ്യത്തെ സംസ്കാരം എന്താണ്, ആധാനം തനയസ്യ എന്നുള്ളത് അല്ലെ. ഗർഭാധാനം പറയുന്നത് ആധാനം തനയസ്യ പുംസവ വിധി സീമന്ത ജാതാഹ്വയാഹ എന്ന് പറഞ്ഞിട്ട് സംസ്കാരങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഈ ശിശുവിനെ ആധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി അതിന് മുഹൂർത്തം വരെ ഉണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആ കുട്ടി എന്താണ് തന്തക്കാലാണ് തള്ളക്കാലാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളോട് വളരെ ക്രൂരത കാണിക്കുന്ന ആളുകളുണ്ട്. അവരെ പറഞ്ഞിട്ട് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരവാദികൾ ആരാണ്, മാതാപിതാക്കളാണ്. കാരണം കുട്ടി പുറത്തേക്ക് വരുന്ന സമയമല്ല ആ ജന്മം എന്ന് പറയുന്നത്. കുട്ടി ഇപ്പോൾ തത് യഥാ സ്ത്രീയാം സിഞ്ചതി അതേനം ജനയതി എന്നാണ്. അച്ഛന്റെ ഉള്ളിൽ അച്ഛന്റെ എല്ലാ അവയവങ്ങളിൽ നിന്നും സംഭൂതമായ തേജസ്, ആ തേജസ്സാണ് രേതസിന്റെ രൂപത്തിലിരിക്കുന്നത്, ബീജത്തിന്റെ രൂപത്തിലിരിക്കുന്നത്.
അത് എപ്പോൾ അമ്മയിൽ നിക്ഷേപിക്കപ്പെടുന്നുവോ ഫ്രീസായി. സാറിന്റെ മാത്രമേ ഉള്ളതുള്ളൂ. സാറിന് എനിക്കാണ് പ്രോബ്ലം വരുന്നത്. കേൾക്കാൻ കഴിയുന്നില്ലല്ലോ അതെ സാറിന്റെ. എന്താ പെട്ടെന്ന് അങ്ങോട്ട് കട്ടായി പോയെന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് കുട്ടി അമ്മയുടെ ഉദരത്തില് 270 ദിവസമോ 280 ദിവസമോ ഇരിക്കട്ടെ, ചിലപ്പോ 81ലേക്ക് ചിലപ്പോ പോയിന്ന് പറയാം. അതാണല്ലോ ഈ 10 മാസം എന്ന് പറയുമ്പോ ചാന്ദ്രമാസമാണ്, 10 ചാന്ദ്രമാസമാണ്. 28 ദിവസമുള്ള 10 ചാന്ദ്രമാസം ആകുമ്പോ 280 ദിവസം. അപ്പോ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഏത് നിമിഷത്തിൽ ഉണ്ടായോ അതാണ് നമ്മൾ പറയുന്ന ഭാഗ്യങ്ങൾക്കും തത് വിപര്യങ്ങൾക്കും ഒക്കെ മാനദണ്ഡമായിട്ടുള്ളത്. അതാണ് നമ്മൾ കുഞ്ഞ് ജനിച്ച സമയം കൃത്യമായിട്ട് പറഞ്ഞാലും ജാതകം നോക്കുന്ന ആള് വീണ്ടും ഇന്ന് ഗണിക്കുന്നതാണ്. അതായത് ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ എപ്പോ വന്നു എന്നുള്ളതാണ്. അത് ഉപനിഷത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഐതരേയ ഉപനിഷത്ത് തത് യഥാ സ്ത്രീയാം സിഞ്ചതി അതേനം ജനയതി തദസ്യ പ്രഥമം ജന്മം. അപ്പൊ നമ്മള് എന്താണ് പലപ്പോഴും ചെയ്യാറ്, എന്താണ് നല്ല നാട് നോക്കിയിട്ട് കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് വരെ എടുക്കുന്നുണ്ട്. അപ്പൊ അത് എടുക്കേണ്ട കാര്യമില്ല. എന്താണ് നമുക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കണം. നമ്മുടെ ചെയ്തികളിലെ ദോഷം കൊണ്ടായിരിക്കണം നമുക്ക് ദോഷമായിട്ട് വരുന്നത്. അതാണ് അതിൽ ഏറ്റവും കൂടുതൽ ചിന്തി. അപ്പൊ അവിടെ ഈ ആധാനം തനയസ്യ, ശിശുവിനെ നല്ല ഭാവനയോട് കൂടിയിട്ട് നമുക്ക് എന്താണ് നിഷിദ്ധമായ സമയം ഒഴിവാക്കി അമ്മയുടെ ഉദരത്തിൽ ഉളവാക്കുന്നതാണ് ഗർഭാധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പാവനമാണ്, അതൊരു സംസ്കാരമാണ്. നമ്മളതിനെ ഏറ്റവും ഗോപ്യമായിട്ട് ഈ പറയുന്ന വിധത്തിൽ കൊണ്ടു നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അതെന്താണ്, അത് നമ്മുടെ ദുരഭിമാനം കൊണ്ടാണ് വാസ്തവത്തിൽ അത് അങ്ങനെ സംഭവിക്കുന്നത്. ഇരിക്കട്ടെ. അപ്പൊ അതാണ് ആധാനം. എന്താണ് ആധാനം? സമ്യക്കുള്ള ആധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ആണ്. ശരിക്ക് സമാധാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം പീസ്. നമ്മൾ പറയുന്ന വിധത്തിലുള്ള പീസ് അല്ല ശരിക്ക് ഈ സമാധാനം എന്ന് പറയുന്നത്. ശരി സാർ.